Hi friends, welcome back to my channel Ashiq Ansi vlogs. അപ്പോൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് നമുക്ക് നമ്മുടെ ട്രാവൽ വ്ളോഗായിരുന്നു. ആ വ്ളോഗിന് നല്ല റെസ്പോൺസ് കിട്ടി. അത്യാവശ്യം നമുക്ക് ലൈക്കും നന്നായിട്ടുള്ള കമൻസൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ബാക്ക് ടു അവർ കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെന്നൈ സ്റ്റൈൽ ബിരിയാണിയാണ്. ചെന്നൈ സ്റ്റൈൽ ബിരിയാണി ഞങ്ങൾ രണ്ടുപേരുള്ള കാരണം ഒരു ചെറിയ എമൗണ്ടാണ് ഉണ്ടാക്കുന്നത്. 1/2 kg ചിക്കൻ, 1/2 kg ബസ്മതി റൈസ്, അതൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാം അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് 1/2 കിലോ ബസ്മതി അരി നന്നായിട്ട് കഴുകി 20 മിനിറ്റ് ഇപ്പോൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ തൈര്, ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടി, പട്ട, കാടമം, പിന്നെ ക്ലോവ്, മല്ലിയില, പുതിനയില, അത് രണ്ടും ഓരോ പിടി വെച്ച്, 4 പച്ചമുളക് കുറുകെ കീറിയത്, 2 തക്കാളി, 3 സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് എണ്ണ. അത് നമുക്ക് ഒഴിക്കുമ്പോൾ പറയാം. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ അത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രം വെച്ച് നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏലക്ക, പട്ട, ഗ്രാമ്പു അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. സവാള ഒരു ബ്രൗൺ കളറാണ് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അത് കുറഞ്ഞ തീയിലായാലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിം ആയാലോ ഒരു കുഴപ്പമില്ല. നന്നായിട്ടത് ആക്കി കിട്ടിയാൽ മതി, ബ്രൗൺ കളറാക്കി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ സവോള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ടതിന് ശേഷം നമുക്ക് ആദ്യം മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില നന്നായിട്ട് സവോളയായിട്ട് മിക്സ് ആവാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ സ്മെല്ലൊക്കെ വന്ന സമയത്ത് നമുക്കിനി ബാക്കിയുള്ള പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയും സവോളയും പുതിനയിലയും കൂടി ആകുമ്പോൾ നല്ല സ്മെല്ലാണ്. അങ്ങനെ നമ്മുടെ സവോളയും മല്ലിയും പൊതിയും കൂടി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് അരിഞ്ഞു വെച്ച് വേണേൽ 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് നമുക്ക് എടുത്തു വെച്ചാണ് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തക്കാളിക്ക് മുമ്പ് ഈ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയിൽ കിടന്ന് ആ മുളക് പൊടി ആയി വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ബിരിയാണിക്ക്. പിന്നെ ഇതിൽ നമ്മൾ മുളക് പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. മുളക് പൊടിയും ഉപ്പും, വേറൊരു പൊടികളും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എണ്ണയിൽ കിടന്ന് ഈ മുളക് ഒന്ന് സെറ്റായി വരട്ടെ. ഇനി ആയി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച് വേണേൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഉപ്പ്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ആ മസാലയിൽ നന്നായിട്ട് പിടിപ്പിക്കുക. തൈര് നന്നായിട്ട് ഇളക്കുക. ഇതെല്ലാം സെറ്റായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ആഡ് ചെയ്യുള്ളൂ. നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ്. അരിഞ്ഞ് വെച്ചേക്കുന്ന 2 തക്കാളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഉടയണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്.
ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളമൊഴിച്ചത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ആണ് വെള്ളമൊഴിച്ചത്. അതിലിങ്ങനെ ആവി വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ആ ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് തന്നെ വേവിക്കുക. നമ്മളുടെ വെള്ളം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മളുടെ മലബാർ ബിരിയാണിയും തമിഴ് ബിരിയാണിയും നമ്മൾ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മലബാർ ബിരിയാണിയിൽ ലെയറായിട്ടാണ് നമ്മൾ റൈസും ചിക്കനും ഇട്ടിട്ട് നമ്മൾ ദമ്മിടുക. പക്ഷേ ഈ തമിഴ് ബിരിയാണി എല്ലാം കൂടെ ഒരുമിച്ചിടും. ഇപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചിക്കൻ ഇടും, ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ റൈസ് ഇടും, റൈസ് ഇട്ടിട്ട് അത് നമ്മൾ മൂടി വെക്കും. മൂടി വെച്ചിട്ട് മേലെ വെയിറ്റ് കയറ്റി ദമ്മിടും. അതാണ് ഇത് രണ്ടുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ല ആവി വരുന്നുണ്ട്. ആവി വരണം. നമ്മൾ 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ സൈഡിൽ കൂടെ ആവി വന്നാലേ അത് തിളച്ചിട്ട് നമ്മൾ മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് തന്നെ മൂടി തുറക്കാം. ആഹാ, നല്ല മണവും നല്ല ആവി അടിച്ചത് കണ്ടില്ലേ. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മുങ്ങി കിടക്കേണ്ടത്. നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യാനുസരണം നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ ആവശ്യാനുസരണം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മുന്തി നിൽക്കണം. കാരണം നമ്മൾ ഇപ്പോൾ റൈസും കൂടെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്സ് വേവിക്കുക. നമ്മൾ നേരത്തെ വീഡിയോ കണ്ട പോലെ തന്നെ തിളച്ച് വരുമ്പോൾ നമുക്ക് സൈഡിൽ കൂടെ ആവി വരും. അപ്പോഴാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ലോ ഫ്ലെയിമിലിരുന്ന് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ചെറുതായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ചെന്നൈ ബിരിയാണി അല്ലെങ്കിൽ തമിഴ്നാട് ബിരിയാണി അത് എനിക്കിഷ്ടമാവാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2010 മുതൽ 2013 വരെ ഞാൻ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വൈഫ് ചെന്നൈയിൽ നിന്നാണുള്ളത്. അവിടെയാണ് പഠിച്ചതും വളർന്നതും എല്ലാം. അപ്പോൾ അവളിടക്കിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ചെന്നൈ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിനോട് പ്രിയം വന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ തിളച്ച് സൈഡിൽ കൂടെയൊക്കെ നല്ല രീതിയിൽ ആവി വരുന്നുണ്ട്. 15 മിനിറ്റ്സ് ആയി. നമുക്ക് തുറന്നിട്ട് നമുക്ക് അതിലേക്ക് അരിയിട്ട് കൊടുക്കാം. ആഹാ, അരി നമ്മൾ അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. കുതിർത്തി കോരി വെച്ചാണ് ഇത് ഇപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അതിലേക്ക്. ഇനി നമുക്ക് അതിൽ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, താഴെ ചിക്കൻ ഉടയാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ കീഴേക്ക് ഒന്ന് ഇറങ്ങി കിടന്നാൽ മതി. നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം. നമ്മൾ ഈ റൈസിൽ നമുക്ക് എക്സ്ട്രാ കളറൊന്നും നേടേണ്ട ആവശ്യമില്ല. നമ്മുടെ മുളക് പൊടിയുടെ കളർ കണ്ട ആ കളർ മാത്രം മതി നമുക്ക് ഈ ബിരിയാണിക്ക് കളർ വരാൻ. നമുക്കതിന് എല്ലാം സെറ്റ് ആയി നമുക്ക് അതിൻ്റെ കളർ നോക്കേണ്ട അവസാനം. ഇപ്പോൾ തന്നെ സൈഡിൽ കൂടെ തള വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ 5 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ തിളച്ച് വന്നിട്ട് ഒരു 3/4 ഭാഗം വേവായതിനു ശേഷം മാത്രമേ നമ്മൾ ദമ്മിടുള്ളൂ. വെയിറ്റ് കയറ്റി വെച്ച് നമ്മൾ വേവിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ അടച്ചു വെച്ച ചെമ്പ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. സൈഡിൽ കൂടെയൊക്കെ ആവി വരുന്നുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ വെള്ളവും അരിയും ചിക്കനും എല്ലാം കൂടെ ഒരു ലെവൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ലെവലിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് താഴ്ത്തി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ദമ്മിടാം. വേണ്ടി മൂടി വെക്കുക. മൂടി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ആവി കറക്റ്റായിട്ട് പോകാണ്ടിരിക്കാൻ മേലേക്ക് നല്ല വെയിറ്റുള്ള എന്തെങ്കിലും കയറ്റി വെക്കുക. നമ്മളിപ്പോൾ വെച്ചേക്കണത് ആ പാത്രത്തിൽ
വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ദമ്മ് വെച്ചിട്ടുണ്ട്. ദമ്മ് വെച്ചിട്ട് നമ്മൾ തീരെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. എത്ര സമയമാണെന്ന് നമുക്കറിയില്ല. അത് നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ മൂടിയുടെ സൈഡിൽ കൂടെ ആവി വരണം. ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഉള്ളിൽ വെള്ളമൊക്കെ വറ്റി അരിയും ചിക്കനൊക്കെ കൂടെ പക്ക സെറ്റായിട്ടാവുന്നുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, ദമ്മാവട്ടെ. നമ്മളിപ്പോൾ ഒരു 5 to 8 minutes വെയിറ്റ് ചെയ്തു. ഇതുവരെ ആവി വരണമൊന്നും കാണുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം എന്താ അവസ്ഥ. കറക്റ്റ് വെള്ളമെല്ലാം വറ്റി ഇറക്കുമ്പോൾ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ചെന്നൈ ബിരിയാണി അല്ലെങ്കിൽ തമിഴ്നാട് ബിരിയാണി. അധികം ഇളക്കണ്ട, ഇളക്കി കഴിഞ്ഞ് ചിലപ്പോൾ ചിക്കൻ്റെ പീസസ് മൊത്തം ഉടഞ്ഞുകൊണ്ട് പോകും. നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത് 1/2 കിലോ ചിക്കൻ, 1/2 കിലോ അരി അത് വെച്ചാണ് ഉണ്ടാക്കിയത്. കാരണം ഞങ്ങൾ 2 പേരുള്ളൂ. ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഞങ്ങൾ 2 പേരുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ഉണ്ടാക്കിയത്. 1 കിലോ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതെല്ലാത്തിൻ്റെയും ഡബിള്, അതായത് ഇപ്പോൾ 200 grams ടൊമാറ്റോ ഒണിയനൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ 1 kg ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ നേരെ ഡബിൾ 400 ടൊമാറ്റോ, 400 ഒണിയൻ എല്ലാം എടുക്കുക. നമ്മളിട്ടത് എത്ര കിട്ടുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഡബിൾ. നല്ല ചൂടുണ്ട് കേട്ടോ. അടിപൊളി സാധനം. കഴിക്കട്ടെ. നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിൽ കഴിച്ചു നോക്കുക. എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻസ് തരിക. ഓക്കെ, സീ യു ഗൈസ്. പെട്ടെന്ന് തീർക്കട്ടെ. ബൈ ബൈ.